प्रभु ने हमको और एक अच्छा अवसर दिया है, उसके लिए धन्यवाद। ഇന്ന് നമ്മള് ആ, നമ്മുടെ ഇടയിലുള്ള ഒരു ദുരുപദേശത്തിന്റെ ആ, വിശദാംശങ്ങൾ അത് ശരിക്കും നമ്മൾ മനസ്സിലാകാനുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. आज हमारे बीच में, विश्वासियों के बीच में एक विषय है जो दुरुपदेश की रीति से बताया जा रहा है, तो उस विषय को थोड़ा हम लोग देखेंगे। നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായത്തിന്റെ 63 വാക്യം. यूहन्ना 6 का 63 में जब हम पढ़ते हैं। യോഹന്നാൻ 6:63. അവിടെ ആ, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന വചനം എല്ലാവർക്കും കിട്ടിയെന്ന് തോന്നുന്നു. आत्मा तो जीवनदायक है, शरीर का कुछ लाभ नहीं। ഓക്കെ. അപ്പൊ ഇതിനോടുള്ള ബന്ധത്തില് ആ, ഒരു ദുരുപദേശം തന്നെ ഉണ്ട്. അതായത് യേശു ക്രിസ്തു ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ യേശുവിന്റെ ശരീരം പാപമയമായിരുന്നു. യേശുവിന്റെ ശരീരമല്ല, യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ആത്മാവായതിനു ശേഷമാണ് നമുക്കത് പ്രയോജനമാകുന്ന നിലയിൽ, എല്ലാവർക്കും അത് പ്രയോജനമാകുന്നത് എന്ന നിലയിൽ ഒരു തെറ്റിദ്ധാരണ ഈ വചനപ്രകാരമുണ്ട്. तो अधिकतर लोग ये वचन पढ़ने के बाद एक गलत रीति से इसको अर्थ में समझा है। उसका जैसे कि लोग कहते हैं कि यीशु मसीह का शरीर पुनरुत्थान के पहले पाप से भरा हुआ था। वो फायदा कब हो गया? जब वो पुनरुत्थान होने के बाद करके। ये एक बहुत बड़ा गलत फहमी है और एक गलत उपदेश है। ഉം. അപ്പൊ ഇവിടെ കർത്താവ് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഈ വചനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു വചനം പറഞ്ഞു കഴിയുമ്പോൾ അതിന്റെ അടുത്ത ഭാഗം വേറൊരു സ്ഥലത്തായിരിക്കും. അപ്പോൾ അത് ഹോളി സ്പിരിറ്റിന്റെ സഹായത്തോടാണ് നമ്മൾ വചനം മനസ്സിലാക്കേണ്ടത്. इसके लिए प्रियो, सबसे पहली बात, हमें वचन को, उस बाइबल को समझना जरूरी है। जब प्रभु कुछ बातें बोलता है, उसके बाद बोल जाने के बाद बाइबल में उसका वही संबंध की बातें शायद दूसरा जगह पे रहेगा। तो इसलिए हमें आत्मा का मदद का जरूरत है कि ताकि हम लोग जिधर जिधर अलग अलग भागों में लिखा है वो बातों को हम लोग कनेक्ट कर सके। അപ്പൊ യോഹന്നാന്റെ സുവിശേഷം എന്ന് പറയുമ്പോൾ ഒന്നും ഒരു ലേഖനങ്ങളായി, സോറി, അധ്യായങ്ങളായി തിരിക്കാത്ത ഒരു ആ, ഒരു നിലയിലായിരുന്നു നമുക്ക് ആദ്യം ഇത് കിട്ടുന്നത്. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറഞ്ഞ വിഷയം തന്നെയാണ് കർത്താവ് ഇവിടെ ആദരിക്കുന്നത്. അവിടെ ജഡത്താൽ ഫിലിപ്പോസ് അവിടെ നിക്കോദോസിനോട് പറയുകയാണ്, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു എന്ന് നമ്മൾ ആ 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ വായിക്കുന്നു. तो हमें इसके लिए जब सुसमाचार बाइबल पुस्तक लिखे गए थे, उस समय में इसमें अध्याय और वाक्य नहीं थे। वो एक ही शॉर्ट में रीति से लिखा गया था। इसके लिए सबसे पहले बात, प्रभु वहां पर यूहन्ना 3 में जब निकोदेमस से बात करते समय में वहां पर 6 में कहता है कि जो शरीर से जन्मा है वो शरीर है करके प्रभु वहां पर कहता है। അപ്പോൾ ഇവിടെ 6-ാം അധ്യായം 63-ാം വാക്യത്തിൽ പറയുന്ന ജഡം എന്നത്, അല്ലെങ്കിൽ മാംസം ഉദ്ദേശിക്കുന്നത് യേശുവിന്റെ മാംസത്തെ കുറിച്ചല്ല പറയുന്നത്. तो यहाँ पर 63 में, यूहन्ना 6:63 में कि शरीर का कुछ लाभ नहीं बोलते समय में, यहाँ पर जो शरीर करके जो शब्द इस्तेमाल किया गया है वो प्रभु का शरीर या प्रभु का देह के बारे में नहीं कह रहा। ആദാമ്യമായിട്ടുള്ള നിലയിൽ അവർ ആ ഫലം കഴിച്ചപ്പോൾ ശരീരത്തോടുള്ള ബന്ധത്തിൽ ഇനിയും ആ ശരീരം ഒന്നിനും പ്രയോജനമല്ല. അത് ആത്മീയമായിട്ട് ശരീരത്തിൽ നിന്നും ഒന്നും കിട്ടാനില്ല. കാരണം ശരീരം ലോകത്തെ സെൻസ് ചെയ്യാനുള്ള നിലയിലേക്ക് ജഡമായിട്ട് അധപ്പതിച്ചു. तो आदम ने जब पाप करने के बाद या वो फल खाने के बाद क्या हो गया? वो जो शरीर में, जो जिस शरीर में वो देह जी रहा था, देह में जी रहा था, वो अभी आत्मिक विषय के लिए वो निष्फल हो गया। उसका भी कोई फायदा नहीं, क्योंकि आदम का भी सभी जिंदगी क्या हो गया? दुनिया की बातों के लिए, संसार की बातों का आधार के लिए वो चला गया। അപ്പൊ നമ്മുടെ കർത്താവിന്റെ ശരീരം എങ്ങനെയുള്ളതാണ്? ആദാമ്യമായ നിലയിലല്ല. കർത്താവിന്റെ ശരീരം ആ, ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ ജനിച്ചതാണ് കർത്താവിന്റെ ശരീരം. കാരണം വചനം ജഡമായി തീർന്നു. परंतु यीशु मसीह का देह के विषय में देखा जाए, शरीर के विषय में देखा जाए, तो वो आदम के वंश से आया हुआ या आदम के समान शारीरिक शरीर नहीं है।
बल्कि हम वचन में पढ़ते हैं कि वचन देहधारी हुआ। ये है यीशु मसीह के बारे में हम पढ़ते हैं। അപ്പൊ നമ്മുടെ ശരീരം പോലെ അല്ലായിരുന്നു യേശുവിന്റെ ശരീരം. तो इसके लिए सबसे पहले बात, हमारा देह जैसा, हमारे शरीर जैसा नहीं था यीशु का शरीर। കാരണം അവിടെ വേറൊരു ചിന്ത അവിടെ വരുന്നത് നമ്മൾ 1 Corinthians 15 45 നമ്മൾ വായിക്കുമ്പോൾ पहला कुरिन्दी 15 का 45 में हम पढ़ते हैं। അവിടെ ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നു. तो जैसा लिखा है कि प्रथम मनुष्य या प्रथम मनुष्य आदम जीवित प्राण बना, ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. और अंतिम आदम जीवनदायक आत्मा बना। അവിടെ തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ദുരുപദേശം വന്നത് യേശു ക്രിസ്തു ജീവിപ്പിക്കുന്ന ആത്മാവായത് താൻ പുനരുദ്ധാനം കഴിഞ്ഞതിന് ശേഷം ജീവിപ്പിക്കുന്ന ആത്മാവായി എന്ന തെറ്റിദ്ധാരണയിലാണ് ആൾക്കാര് ആ ദുരുപദേശമായിട്ട് അത് പഠിപ്പിക്കുന്നത്. तो ये दुरुपदेश का होने का कारण क्या है? क्योंकि लोगों ने ये वचन को गलत अर्थ से समझा कि यीशु का जो यीशु अर्थात जो आदम, अंतिम आदम जो यीशु मसीह जीवनदायक आत्मा बना, वो कब बना? लोग बोलते हैं कि गलत अर्थ की निकाला है कि वो पुनरुत्थान के बाद बना है करके लोग बोलते हैं। तो यहाँ पर वो गलती हुआ। ഇവിടെ ആദാം എങ്ങനെ നിലവിൽ വന്നോ മനുഷ്യനായിട്ട്, അതേ നിലവിൽ തന്നെ യേശുവും വരികയാണ്. അപ്പം ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായില്ല, ആദാം ജീവനുള്ള ദേഹിയാണ്. പക്ഷെങ്കിൽ യേശു ക്രിസ്തു ഭൂമി ജീവിച്ചപ്പോൾ തന്നെ മനുഷ്യനായി ജീവിച്ചപ്പോൾ അവൻ ജീവിപ്പിക്കുന്ന ആത്മാവായിരുന്നു. तो यहाँ पर वहां पर देखो वचन कैसा हम लिखते पढ़ना चाहिए। जैसा आदम के बारे में लिखा गया है, जब वो अस्तित्व में आते समय में वो एक जीवित प्राणी बनकर वो आया और वो जिंदा रहा, जिया, उसी रीति से हम वही शर्त वहां पर यीशु मसीह के बारे में भी करते हैं कि यीशु मसीह दुनिया में जीते समय में वो आदम के समान नहीं था, बल्कि वो खुद एक जीवनदायक आत्मा था जब इस दुनिया में रहते समय में ही। കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു. प्रभु जब इस भूमि में था, तब उन्होंने क्या कहा? मैं स्वर्ग से आया हुआ जीवन का रोटी हूं। ഇവിടെ നോക്കുക, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് പറയുന്ന ഭാഗം നമ്മൾ എടുത്തിട്ട് യേശുവിന്റെ ശരീരമാണെന്ന് നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ യേശു തന്നെ പറയുകയാണ്. നമ്മള് യോഹന്നാന്റെ സുവിശേഷം 6 അതിന്റെ 51 हम लोग जब यूहन्ना 6 का 63 में जब वहां पर कहता है कि शरीर का कुछ लाभ नहीं, ये वाक्य पढ़कर हम लोग गलत अर्थ क्या निकालते हैं कि यीशु का शरीर कुछ लाभ नहीं। ऐसा गलत अर्थ ना निकालना, क्योंकि उसमें यीशु खुद उसी अध्याय का 6 का 51 में कहता है। 51 സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എന്റെ മാംസമാകുന്നു. वहां पर 51 में प्रभु कहता है कि जीवन का रोटी जो स्वर्ग से उतरा है वो मैं हूं। यदि कोई इस रोटी में से खाए तो वो सर्वदा जीवित रहेगा, और जो रोटी मैं जगत को के जीवन के लिए मैं दूंगा वह मेरा मांस है या मेरा शरीर है। അപ്പം കർത്താവായ യേശുവിന്റെ ശരീരം ആണ് നമുക്ക് കർത്താവ് പറയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്റെ ശരീരം തരുന്നു. प्रभु ने कहा कि मैं तुम्हें तुम्हें बचाने के लिए मैं मेरा शरीर दूंगा। അപ്പൊ നമ്മള് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 6 വായിക്കുമ്പോൾ हम लोग जब यूहन्ना 6 का 33 में जब हम पढ़ते हैं, क्योंकि परमेश्वर की रोटी वही है जो स्वर्ग से उतर जाता है, स्वर्ग से उतरकर जगत को जीवन देता है। അത് യേശുവിന്റെ നമ്മൾ നേരത്തെ വായിച്ചു, അത് യേശുവിന്റെ ശരീരത്തെ കുറിച്ചാണ് വായിക്കുന്നത്. വചനം ജഡമായി തീർന്ന യേശുവിന്റെ ശരീരത്തെ കുറിച്ചാണ്. तो वो कौन है परमेश्वर की रोटी? वो किसके बारे में कह रहा है? वो यीशु मसीह के बारे में कह रहा है। जैसा हमने यूहन्ना पहले में पढ़ते हैं कि यीशु कौन है? वो उसका शरीर देहधारी होकर आया और वो रोटी बनकर आया ताकि वो जगत को जीवन दे सके। നമ്മള് പിന്നെ അതിന്റെ യോഹന്നാൻ 5:21 വായിക്കുമ്പോൾ यूहन्ना 5 का 21 जब हम पढ़ते हैं, അതായത് യേശു കർത്താവ് ആയിരുന്നപ്പോൾ തന്നെയുള്ള കാര്യം പറയുകയാണ്. शरीर में रहते समय का बात कह रहा है। പിതാവ് മരിച്ചവരെ ഉയർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ജീവൻ കൊടുക്കുന്ന ആത്മാവെന്ന് അല്ല, അവൻ ഭൂമി ജീവിച്ചിരുന്നപ്പോൾ തന്നെ ജീവൻ കൊടുക്കുന്ന ആത്മാവായിരുന്നു. കാരണം അവൻ പിതാവിനെ പോലെ തന്നെ പുത്രനാണ്, പുത്രനെ പോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ്. ആത്മാവും പിതാവും പുത്രനും എല്ലാം ജീവൻ കൊടുക്കുന്ന ആത്മാവാണ്.
तो जैसा 21 में हम पढ़ते हैं समय में, क्योंकि जैसा पिता मरे हुए को उठाता और जिलाता है, वैसे ही पुत्र भी जिन्हें चाहता है वो उन्हें जिलाता है। तो देखो यहाँ पर ये कभी की बात है। अभी पिता पुनरुत्थान होने के बाद ऐसा कर सकता है क्या? तो पिता का सामर्थ्य जैसा हमेशा हमेशा के लिए जीवन देने का स्वभाव है या जीवन देने का सामर्थ्य रखता है, उसी रीति से यीशु जब इस दुनिया में आया, वो भी उसी रीति से उसके पास सामर्थ था। वो मरे हुए लोगों को जी उठाने का अधिकार था जब यीशु इस दुनिया में रहते समय में। उसके लिए यीशु को पुनरुत्थान होने की जरूरत नहीं था। तो इसके लिए पहला कुरिन्दी 15 का 45 पढ़ते समय में वो जीवनदायक आत्मा बना करके बोलते समय में यीशु इस जन्म में इस दुनिया में जब जन्म लेते समय में की बात है, पुनरुत्थान होने की बात नहीं। इस रीति से पिता पुत्र पवित्र आत्मा का तीनों का एक समान गुण है कि वो जीवन देता है। तीनों जीवनदायक आत्मा है। അപ്പോൾ അവര് തിരുവിദേശം വരാൻ കാര്യം അവിടെ അതിന്റെ നമ്മള് 1 കൊരിന്ത്യർ 15-ന്റെ 45 വായിക്കുമ്പോൾ तो ഒടുക്കത്തെ दुर्विदेश आने ആദാം का कारण क्या है? ആ, ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി നമ്മൾ വായിക്കുന്നു. जैसा हम लोग पहला कुरिन्दी 15 का 45 में पढ़ते समय में अंतिम आदम जीवनदायक आत्मा बना। അത് യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് ശേഷമാണ് യേശു ജീവൻ കൊടുക്കുന്ന ആത്മാവായി എന്ന് പഠിപ്പിക്കുന്നു. वो लोग क्या सिखाते हैं वाक्य पढ़कर कि यीशु मसीह पुनरुत्थान होने के बाद ही उनके पास वो सामर्थ आया जीवनदायक आत्मा दे बनने का या वो जीवन देने का करके। 46 വാക്യം യേശുവിനോട് കണക്ട് ചെയ്താണ് അവർ പറയുന്നത്. परंतु 46 वाक्य पढ़ते समय में वो 45 के साथ तुलना करके या यीशु के साथ तुलना कनेक्ट करके वो कहता है 46 में। ആ ആത്മീകമല്ല, പ്രാകൃതം. അതായത് യേശു ക്രിസ്തു മറിയയിൽ നിന്നും പാപമുള്ള ഒരു ശരീരം പ്രാപിച്ചു, അവൻ മരിച്ചു ഉയർത്തപ്പോൾ യേശു ആത്മാവായി. ആത്മീക പിന്നത്തേതിൽ വരുന്നു. അത് യേശുവിനെയും എടുത്ത് നമ്മളോടുള്ള ബന്ധത്തിൽ അത് പറയുന്നത്. तो यहाँ पर 46 में पढ़ते समय में परंतु पहले आत्मिक नहीं था परंतु जो है स्वाभाविक है करके ये वाक्य पढ़कर हम लोग क्या बोलते हैं कि अरे देखो हम लोग इस दुनिया में आया तो हम लोग पाप में शरीर में आया, फिर हम लोग उद्धार के नया जन्म हुआ, फिर हम लोग आत्मीय हुए करके। तो 46 हम लोग हमारे संबंध से जोड़ते हैं। കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോഴും ആത്മീയനാണ്, ദൈവത്തിന്റെ പുത്രനാണ്. पर हमें यीशु मसीह के बारे में समझना है कि ये यीशु मसीह कौन है। वो इस दुनिया में जन्म लेते समय से ही वो आत्मिक है। അവൻ ഗെത്സമന തോട്ടത്തിൽ അവൻ പ്രവേശിച്ചപ്പോഴാണ് പിതാവ് തന്ന നമ്മുടെ പാപം വഹിക്കുന്നത് തന്നെ നമുക്ക് വേണ്ടി പാപയാഗമായി തീരുന്നത്. ആ ആ ആ പാനപാത്രം കുടിക്കുന്നത് ഗെത്സമന തോട്ടത്തിൽ വെച്ചാണ്. तो और इसके लिए प्रभु यीशु मसीह मनुष्य जात का पाप लेने के विषय में, अपने ऊपर लेने का विषय में जब हम देखते हैं समय में उसका शुरुआत वो आरंभ जो शुरुआत जहां पर हुआ कि वो हमारे लिए वो कटोरा पिया, वो गत्सेमने में वो हालत वहां पर हुआ। അവൻ പാപത്തെ ന്യായം വിധിച്ച് അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. और फिर वो प्याला को पीकर क्या हो गया, वो हमारे लिए पाप के लिए बलि बन गया, जिसके वजह से वो क्रूस पर मरा और तीसरे दिन पुनरुत्थान हुआ। അപ്പൊ പുനരുദ്ധാനം ചെയ്തു കഴിഞ്ഞ് യേശു ജീവിപ്പിക്കുന്ന ആത്മാവ് എന്നല്ല, ജീവിച്ചപ്പോൾ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ അവൻ ജീവിപ്പിക്കുന്ന ആത്മാവാണ്. കാരണം മനുഷ്യരെ ലാസറെ ഉയർത്തി ജീവിപ്പിച്ചു. तो और फिर लोग क्या बोलते हैं क्योंकि यीशु मसीह मरकर पुनरुत्थान हो गया इसके लिए तभी वो जीवनदायक आत्मा बन गया करके, परंतु वैसा नहीं है। यीशु पुनरुत्थान के पहले ही जब इस दुनिया में जीते समय में तभी भी वो जीवन देने वाला आत्मा ही था। हम उसका उदाहरण हम लोग लाजरस को देखते हैं, वो मरे हुए को जिलाया ना। ആ ഇനി അടുത്ത വാക്യവും അവര് യേശു കർത്താവിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അതായത് 47-ാം വാക്യം. फिर 47 का वाक्य फिर से वो लोग यीशु के साथ तुलना करके बोलते हैं। ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ളവൻ, രണ്ടാം മനുഷ്യൻ എന്ന് പറയുന്നത് യേശു സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞ് പുനരുദ്ധാനം പ്രാപിച്ചു കഴിഞ്ഞാണ് രണ്ടാം മനുഷ്യനായെന്നാണ് പഠിപ്പിക്കുന്നത്. तो हम देखते हैं कि प्रथम मनुष्य जो धरती से है अर्थात मिट्टी का है करके बोलते हैं। ये तो आदम के बारे में है, इसमें कोई संदेह नहीं, परंतु उसका दूसरा पार्ट में लिखा है कि दूसरा मनुष्य स्वर्गीय है। ये स्वर्गीय कब यीशु हुआ? लोग क्या सिखाते हैं गलत रीति से कि यीशु पुनरुत्थान होकर स्वर्ग में गया उसके बाद वो स्वर्गीय हुआ करके, परंतु ऐसा नहीं है। നമുക്ക് കർത്താവ് തന്നെ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവിനെ കുറിച്ച് പറഞ്ഞ ചില വാക്യങ്ങൾ നോക്കാം. हम लोग यीशु जब इस दुनिया में रहते समय में उनके विषय में लोगों ने जो बताया हुआ बातों को हम देखते हैं। അതായത് യോഹന്നാനോട് കർത്താവ് പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 8-ാം അധ്യായം യോഹന്നാൻ को सुसमाचार 8वां अध्याय അതിന്റെ 23-ാം വാക്യത്തില് ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. 23 में हम इस रीति से पढ़ते हैं। അവൻ ഓരോടെ ആരെങ്കിലും എടുത്തേക്ക് വായിച്ചാട്ടെ. പീഡനം എന്നുള്ളവർ
ആ, ഞാൻ മേലിൽ നിന്നുള്ളവൻ, അത് നിങ്ങൾ ഈ യേശു ലോകത്തിൽ നിന്നുള്ളവൻ, ആ ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല. അത് യേശു പുനരുദ്ധാനം കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണോ അതോ ഭൂമിയിലായിരുന്ന അവസ്ഥയാണോ? तो यहाँ पर 23 में प्रभु जब कहता है कि तुम नीचे से हो और मैं ऊपर से हूं करके, तुम संसार के हो और मैं संसार का नहीं, बोलते समय में, ये वाक्य प्रभु कब, पुनरुत्थान होने के बाद कहा था क्या? 24-ാം വാക്യം വളരെ കർശനമായിട്ട് ഞാൻ സ്വർഗത്തിലുള്ളവനല്ല എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അവൻ പാപത്തിൽ മരിക്കും. കാരണം ഭൂമിയിലുള്ളവരെല്ലാം പാപികളാണ്. तो इसके लिए अगला वाक्य में स्पष्ट रीति से वो वाक्य प्रभु कहना चाहता है कि अगर जो कोई भी ये सोचे कि मैं स्वर्ग से नहीं हूं, या तुम लोग उस बात पर विश्वास नहीं करोगे कि मैं स्वर्ग से नहीं हूं करके, तो तुम लोग सब लोग अपने पापों में मरोगे, क्योंकि तुम लोग सब लोग भूमि के लोग हो। ഈ വാക്യങ്ങൾ വായിച്ചിട്ട് നമ്മള് യോഹന്നാന്റെ സുവിശേഷം 6:63 വായിച്ചാൽ അത് ജഡം ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറയുന്നത് യേശുവിന്റെ ശരീരമാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? तो ये सब वाक्य इतना स्पष्ट रीति से जब हम लोग पढ़ते समय में, फिर कैसा हम लोग यूहन्ना का 6:63 में पढ़ते हैं कि जो वहां पर लिखा है कि जो शरीर जो है लाभदायक नहीं, बोलते समय में वो यीशु मसीह का शरीर के बारे में बोल रहा है करके, कैसा हम बोल सकते हैं? നമുക്ക് 24-ന്റെ ബി പാർട്ട് ഇങ്ങനെയാണ്. അതായത് യോഹന്നാൻ 8:24, ഞാൻ അങ്ങനെയുള്ളവൻ. എങ്ങനെയുള്ളവൻ? ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നവൻ. അപ്പൊ യേശുവിന്റെ ശരീരം മറിയിൽ നിന്നെടുത്ത പാപശരീരമല്ല, വചനം ജഡമായി തീർന്ന മറിയിൽ അവൻ ശരീരം എടുത്തുന്ന മറിയിൽ കൂടെ അവന് ആ ശരീരം ഫോമായി. तो 24 में पढ़ते समय में हम पढ़ते हैं कि इसलिए मैंने तुमसे कहा कि तुम अपने पापों में मरोगे, क्योंकि तुम यदि तुम विश्वास ना करोगे कि मैं वही हूं, मैं कौन हूं, मतलब यीशु मसीह स्वर्ग से आया है करके, ये बात तुम लोग विश्वास नहीं करोगे, तो तुम लोग अपने पापों में मरोगे। बल्कि यीशु इस दुनिया में आते समय में उसने खाली एक देह लिया था, जो मरियम के गर्भ से देह लेकर इस दुनिया में आया था। അപ്പൊ നമ്മള് യോഹന്നാന്റെ 1 കൊരിന്ത്യർ 15-ാം അധ്യായം, 1 കൊരിന്തി 15 अध्याय, ആത്മീകമല്ല പ്രാകൃതം അത്രേ ഒന്നാമത് വരുന്നത് എന്നുള്ളത് യേശുവിനെ കുറിച്ചല്ല, നമ്മളെ കുറിച്ചാണെന്ന് നമുക്ക് 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൽ 22-ാം വാക്യം വായിക്കുമ്പോൾ അറിയാം. तो वहां पर हम पढ़ते समय में, क्योंकि प्रथम आत्मिक नहीं था बल्कि पहला स्वाभाविक है करके, ये किसके बारे में कह रहा है? ये हमारे बारे में कह रहा है, सॉरी, यीशु मसीह के बारे में नहीं। इसके विषय में हम लोग वही 1 कोरिन्थी 15 का 22 जब पढ़ते समय में हम देख सकते हैं। അവിടെ എന്താ വായിക്കുന്നത്? ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കുന്നു. അതെ, ആദാമിൽ എല്ലാവരും മരിക്കുന്നു. അതാണ് ആത്മീകമല്ല പ്രാകൃതം അത്രേ ആദ്യം. നമ്മളെല്ലാം ആദാമിൽ മരിച്ചവരായിട്ടാണ് നമ്മളെ മാതാപിതാ ജനിച്ചത്. കാരണം ആത്മീകമായിട്ട് ദൈവവുമായിട്ട് ഒരു ബന്ധമില്ലാതെ പാപികളായിട്ട് ജനിച്ചതാണ്. അതാണ് ഒന്നാമത്. तो इसके लिए प्रथम क्या है, जो शारीरिक है, स्वाभाविक है। क्यों? क्योंकि उसका 22 में हम पढ़ते हैं 15 का, कि जैसे आदम में सब मरते हैं, तो आदम से आया हुआ सब मरते हैं, जिसकी वजह से हम लोग सब क्या हो गए, हम लोग सब स्वाभाविक है, और यह स्वाभाविक जीवन पहला आता है। അപ്പൊ നമ്മളെ ജഡരക്തങ്ങളാൽ ജനിച്ചു. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിൽ ജനിച്ചതാണ്. യേശുവിന്റെ ശരീരം പരിശുദ്ധാത്മാവിൽ ഉരുവായി. तो हम लोग सब लोग मांस और लहू है, हम लोग शारीरिक रीति से दुनिया में हम लोग पैदा हुए हैं, परंतु यीशु वैसा नहीं था, शारीरिक रीति से नहीं, वो तो आत्मा से जन्म लिया है। മറിയ പറയുന്നുണ്ട്, ഗബ്രിയേൽ ദൂതൻ പറഞ്ഞപ്പോൾ മറിയ പറഞ്ഞു, ഞാൻ പുരുഷനെ അറിയായികയാൽ എന്ന് പറഞ്ഞപ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന പ്രജ വിശുദ്ധ പ്രജ. तो इसके लिए मरियम ने जब वो पूछती है, गब्रिएल आके कहता है कि तू गर्भवती होगा, संतान होगा करके बोलते समय में मरियम कहता है कि ये कैसा मुमकिन है, मैं तो कोई पुरुष को नहीं जानती करके बोलते समय में, तब गब्रिएल ने जवाब दिया, क्योंकि पवित्र आत्मा तेरे ऊपर आएगा और सर्वप्रधान परमेश्वर का सामर्थ तुझ पर आएगा, जिसकी वजह से तू गर्भवती होगी। तो ये कोई मनुष्य का रीति नहीं था, परमेश्वर से हुआ जन्म है ये। എന്നാൽ കർത്താവ് പുനരുദ്ധാനം ചെയ്ത് കഴിഞ്ഞിട്ട് തനിക്ക് കിട്ടിയ ശരീരം ഉപേക്ഷിക്കുന്നില്ല. വീണ്ടും ആ കർത്താവ് പുനരുദ്ധാനം ചെയ്ത അവസ്ഥ നമ്മളത് നോക്കാം. നമുക്ക് അതായത് ലൂക്കോസ് സുവിശേഷം 24-ന്റെ 26-ാം വാക്യം വായിക്കുമ്പോൾ, उसके लिए यीशु मसीह पुनरुद्धान होने के बाद फिर अपना शरीर को टुकरा नहीं रहा है, वो अब तभी भी वही शरीर से आता है, जिसका विषय में हम लोग लूका 24 में पढ़ते समय में, लूक 24 वर्स 26 लूका 22 का 24 का 26 में हम पढ़ते हैं। സോറി 36 ആണെന്ന് തോന്നുന്നു. ओके 36। ഇങ്ങനെ അവർ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 36 ആണ്. അവൻ അവരുടെ ഇങ്ങനെ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അടുത്ത വാക്യം,
അവർ ഞെട്ടി ഭയപ്പെട്ടു. ഒരു ഭൂതത്തെ കാണുന്നു എന്ന് അവർക്ക് തോന്നി. ആ അവൻ അവരോട് നിങ്ങൾ കലങ്ങുന്നത് എന്തേ? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പോകുന്നതും എന്തേ? ഞാൻ ഞാൻ തന്നെയാവുന്നു എന്ന് എന്റെ കൈയും കാലും നോക്കൂ, ആണോ? അറിയുവിൻ. ആ. എന്നെ അപ്പൊ തൊട്ടു കർത്താവ് നോക്കുവിൻ. പുനരുദ്ധാനം ചെയ്തിട്ട് ഒരു അരൂപിയായിട്ട് ഒരു ആത്മാവ് പോലെ അങ്ങ് ആകുകയല്ല, അവൻ ആ ശരീരത്തോടു കൂടെ പുനരുദ്ധാനം ചെയ്തു. അതാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ മഹത്വം, ശ്രേഷ്ഠത. तो इसके लिए यीशु मसीह पुनरुद्धान होने के बाद वो अलग रीति से नहीं, बल्कि वही शरीर से वही देह से आया। तो जब उन लोगों के सामने प्रकट हुए, लोग डर गए, अरे कोई दुष्टात्मा आया है, भूत आया है करके। वो लोग डरने पर प्रभु कहता है कि तुम लोग इतने चंचलित होते हो, घबरा रहे हो। 39 में कहता है कि मेरे हाथ और मेरे पाँव को देखो कि मैं वही हूँ। मतलब जो यीशु पुनरुद्धान के पहले जिस शरीर में था, वही शरीर में मैं अभी भी हूँ करके प्रभु वहां पर कह रहा है। ആത്മാവിന് അല്ലെങ്കിൽ ആത്മാവിന് ശരീരം അല്ലെങ്കിൽ കയ്യോ കാലോ ഇല്ല. അവിടെ പറയുന്ന അടുത്ത കർത്താവ് പറയുകയാണ്, ഗോസ്റ്റ് എന്നാണ് പിന്നെ നമ്മള് ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ ആത്മാവെന്നാ, ഭൂതമെന്നല്ല, ആത്മാവെന്നാണ്. तो वहां पर देखो, क्योंकि आत्मा में जो है, जो हड्डी और मांस नहीं, तो प्रभु अपने बारे में कह रहे। तो वहां पर जो प्रभु देखो किस विषय में कहना चाहते हैं कि मैं वो कोई दुष्टात्मा नहीं हूं या आत्मिक रूप में नहीं हूं, मैं हाँ। देहधारी होकर आया हूं, देह में हूं। जो पहला देह था, शरीर था, उसी देह में हूं। അപ്പൊ കർത്താവ് എങ്ങനെ മരിച്ചോ അതേ നിലയിൽ അവൻ ആ ശരീരത്തോടു കൂടെ ഉയർത്തെഴുന്നേറ്റു. तो प्रभु जिस देह में, जिस शरीर में प्रभु मरा, उसी देह शरीर से प्रभु पुनरुद्धान होकर आया। അപ്പൊ അവിടെ പറയുന്നുണ്ട് അത്. അപ്പം നമ്മൾ 1 കൊരിന്ത്യർ 15 അധ്യായത്തിൽ വായിക്കുമ്പോൾ, पहला कुरिन्दी 15 अध्याय में जब हम पढ़ते हैं, നമ്മുടെ ശരീരം ആ പ്രാകൃതമാണ്, നാം ആദാമിന്റെ ശരീരമാണ് ഇപ്പോൾ നമുക്കുള്ളത്. हमारा शरीर जो है स्वाभाविक है। क्यों? क्योंकि अभी भी हम लोग आदम से हम लोग आए हैं। इसके लिए നമുക്കത് 1 കൊരിന്ത്യർ 15 അധ്യായത്തിന്റെ 48 വാക്യം കൂടെ വായിക്കാം. 48 में हम लोग पढ़ते हैं, पहला कुरिन्दी 15 का 48 में, മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവനും സ്വർഗീയനെ പോലെ സ്വർഗീയരുമാവുന്നു. जैसा वह मिट्टी का था वैसे ही और 49 मिट्टी കൂടെ. के। हाँ, എത്ര? 49. 49. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയവന്റെ പ്രതിമയും ധരിക്കും. അപ്പൊ മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ, അതാണ് ആത്മീകമല്ല, പ്രാകൃതം അത്രേ ആദ്യം എന്ന് പറയുന്നത്. അപ്പം നാം ആദാമിന്റെ പ്രാകൃത ശരീരം ധരിച്ചതുപോലെ ഇനി യേശു ക്രിസ്തുവിന്റെ സ്വർഗീയ ശരീരം ധരിക്കും. तो यहाँ पर देखो, जैसा हमने उसके रूप के मिट्टी का रूप धारण किया था, वैसे ही रीति से हम लोग स्वर्ग का रूप का भी जो शरीर को है धारण करेंगे। मतलब ये किसके बारे में कह रहा है? मतलब हम जो पहले आदम से जन्मा था, आदम के रूप में स्वाभाविक रीति से था, उसका अवस्था हुआ हम लोग फिर अभी एक दिन बहुत जल्दी हम लोग प्रभु यीशु मसीह का उसी आत्मिक शरीर को हम धारण करेंगे। അപ്പോൾ അവിടെ നമ്മള് യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, യോഹന്നാ के 6 में हम पढ़ते हैं, നമ്മുടെ ജഡവും രക്തവും സ്വർഗത്തിൽ പോകത്തില്ല, मांस और लहू जो है स्वर्ग राज्य में प्रवेश नहीं करेगा करके जो पहला कुरिन्दी 15 का 50 में हम पढ़ते हैं। എന്നാൽ കർത്താവ് അവിടെ പറയുകയാണ്, കർത്താവിന്റെ ശരീരം സ്വർഗത്തിൽ പോകും, ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നു എന്ന് അവിടെ വായിക്കുന്നുണ്ട്. അടുത്ത 69 വാക്യത്തില് 63 വാക്യം. तो परंतु 63 से हम लोग पढ़ते समय में प्रभु वहां पर क्या कहता है? मैं तो स्वर्ग में जाऊंगा करके। 62 में पढ़ते समय में क्या कहते हैं कि मनुष्य का पुत्र जो है वो स्वर्ग से आया है करके, वो ऊपर जाता है करके भी हम पढ़ते हैं। അവിടെ അതിന്റെ 62 വാക്യം. यस, മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്തേക്ക് കയറി പോകുന്നത് നിങ്ങൾ കണ്ടാലോ? അതിന്റെ അർത്ഥം കർത്താവ് ശരീരത്തോടുകൂടെ അവൻ സ്വർഗത്തിലേക്ക് പോകുന്ന കാര്യമാണ്. तो मतलब वहां पर 62 में पढ़ते समय में यदि तुम देखोगे कि मनुष्य का पुत्र को जहां से वो पहले था, वहीं से वो ऊपर जाता है करके तुम देखोगे करके बोलते समय में यीशु मसीह जैसा शरीर से आया है, उसी शरीर से वो स्वर्गारोहण भी करेगा करके वहां पर कह रहा है। അപ്പൊ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനെന്ന രീതിയിൽ അവന്റെ ശരീരം അത് നിത്യമാണ്. ഇനിയും അവൻ രണ്ടാമത് വരുമ്പോൾ അവനെ കുത്തിയവരവനെ നോക്കും, അവന്റെ ശരീരം അവർ കാണും, അവരെ കുത്തിത്തുളച്ചവങ്കിലേക്ക് നോക്കും. ഇതൊക്കെയും യേശു അവന്റെ ശരീരം ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ കർത്താവായ യേശുവും പിതാവായ ദൈവവും പരിശുദ്ധാത്മാവും അവര് 3 ആത്മാവാണ്. യേശു ക്രിസ്തുവിനെ അഡീഷണൽ ആയിട്ട് മനുഷ്യപ്രകൃതിയും കൂടെ സ്വീകരിച്ച് മനുഷ്യത്വം ഉണ്ട്. അപ്പം കർത്താവായ യേശു പൂർണ്ണ ദൈവവുമാണ്, പൂർണ്ണ മനുഷ്യനുമാണ്.
तो इसके लिए यीशु मसीह ने कभी भी अपना देह को, अपना शरीर को टुकराया नहीं है। उन्होंने जिस शरीर से वो जिया था इस दुनिया में 33.5 साल का जीवन, उसी 33.5 साल का जीवन का शरीर से वो पुनरुत्थान हुआ है। और उसी शरीर से वो वापस भूमि में दोबारा आएगा। जब प्रभु का आगमन होगा इस दुनिया में, वो उसी शरीर से आएगा। जैसे हम लोग वाक्य में पढ़ते हैं समय में, बहुत से लोग उसको छेदे हुए घाव को देखेंगे। तो यीशु मसीह ने कभी भी अपना शरीर को ठुकराया नहीं है। ईश्वरत्व में, परमेश्वरत्व में खासियत हम देखते समय में पिता, पुत्र, पवित्र आत्मा तीनों भी जीवनदायक आत्मा है। वो लोग बने नहीं है, वो लोग पहले से ही तीनों जीवनदायक आत्मा है। परंतु यीशु मसीह का एक बात खासियत, एक्स्ट्रा एक बात जो यीशु मसीह में है, कि वो शरीर रूप धारण लेकर आया, जिसके वजह से यीशु संपूर्ण रीति से परमेश्वर भी है, ईश्वर भी है, और संपूर्ण रीति से मनुष्य भी है। എന്നാൽ നമ്മളിപ്പോൾ ചിന്തിച്ച നിലയിൽ വിശ്വസിക്കാത്ത ചിലരുണ്ടെന്നാണ് നമ്മുടെ അടുത്ത വാക്യം കർത്താവ് പറയുന്നുണ്ട്. 6-ാം അധ്യായത്തിന്റെ 64-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. परंतु इस रीति से बहुत से लोग विश्वास नहीं करते करके ആ हम लोग ने यूहन्ना का सुसमाचार 6 का 64 में पढ़ते समय में हम देखते हैं। യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ അവൻ ജീവിപ്പിക്കുന്ന ആത്മാവാണ് എന്നുള്ളത് വിശ്വസിക്കാത്ത അനേകരുണ്ട്. मतलब यीशु जब इस दुनिया में रहते समय में 33.5 साल का जिंदगी जीते समय में, उस समय में बहुत सारे लोगों ने ये विश्वास नहीं किया कि यीशु ही जीवनदायक आत्मा है, जब वो शरीर में रहते समय में ही। അപ്പോൾ കർത്താവ് ജീവനുള്ള വചനം ജഡമായി വന്ന് അവന്റെ ശരീരം നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ആ വിശുദ്ധ ശരീരത്തിൽ നമ്മുടേതായിരിക്കുന്ന പാപങ്ങൾക്ക് പരിഹാരം വരുത്തി ആ രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞത് കൊണ്ടാണ്, അപ്പൊ നമ്മളെ രക്ഷിക്കാനായിട്ടാണ് യേശു മനുഷ്യ ശരീരം എടുത്തു വന്നത്. तो यीशु का मनुष्य बनने का कारण क्या था? वो जो जो परमेश्वर का जो वचन, पवित्र वचन देहधारी हुआ, ताकि वो हमारे लिए बलिदान हो सके, मनुष्य का पाप के लिए वो बलि होकर मनुष्य को पाप से छुटकारा दे सके। इसके लिए है वो मनुष्य बनकर आया। ആ മനുഷ്യത്വം ഇന്നു എന്നേക്കും ഉണ്ട്. वो मनुष्यत्व जो यीशु मसीह ने मरियम के द्वारा इस दुनिया में आया, 33.5 साल जिया, वह मनुष्यत्व वो सर्वदा के लिए जिंदा रहने वाला मनुष्यत्व है। അപ്പോൾ തന്നെ അവൻ ദൈവവുമാണ്. उसी समय में वो ईश्वर भी है, परमेश्वर भी है। അവൻ ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് മനുഷ്യനായതല്ല. वो परमेश्वरत्व को ठुकराया फिर वो मनुष्यत्व को स्वीकारा, ऐसा नहीं है। അവന് ഭൂമിയിൽ വെച്ച് സ്വീകരിച്ച, അല്ലെങ്കിൽ അവൻ സ്വീകരിച്ച അവന്റെ മനുഷ്യത്വം എന്നേക്കുമുള്ള ഒരു മനുഷ്യത്വമാണ്. അങ്ങനെയാണ് നമുക്കും ക്രിസ്തുവിനോട് കൂടെ രൂപത്തിലാകുന്നത്. യേശുവിന്റെ രൂപത്തോടാണ് നമ്മൾ ആകുന്നത്, അല്ല അവൻ ദൈവം എന്ന രീതിയിലല്ല അവന്റെ രൂപത്തോട് അനുരൂപമാകുന്നത്. मैन इसके लिए हम लोग, यीशु मसीह ने अपना मनुष्यत्व को कभी ठुकराया नहीं है। उनका मनुष्यत्व सर्वदा के लिए है, सनातन का है, हमेशा हमेशा अस्तित्व में रहने वाला मनुष्यत्व है। वैसा मनुष्यत्व का रूप में था यीशु इस दुनिया में आया। और इस रीति से जब हम लोग रूपांतर होंगे, हम लोग यीशु के समान रूपांतर होंगे। यीशु मसीह का मनुष्यत्व के साथ हम लोग एक रहेंगे, उनका ईश्वरत्व के साथ नहीं। നമ്മുടെ ഏറ്റവും ക്രിസ്തീയ സഭയുടെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് ശരീരത്തോടെ വരും. അവൻ മധ്യാകാശത്തിൽ ശരീരത്തോടെ വരും. मसीहत में जो सबसे बड़ा विश्वास और आशा हम लोग क्या रखे कि यीशु मसीह कैसा आएगा, वो उसी मनुष्य रूप में आएगा, मनुष्यत्व में आएगा करके, ये हमारा सबसे बड़ा विश्वास और आशा है ना। അവൻ ഇപ്പോൾ ആത്മാവായി ശരീരം ഉപേക്ഷിച്ചെങ്കിൽ പിന്നെ അവൻ ഇനിയും വരുമ്പോൾ ഇനിയും ഈ ശരീരം ധരിക്കുമോ? तो अभी ये तो लोग जैसा बोलते हैं कि यीशु पहले शरीर रूप धारण लेकर आया, फिर वो मरकर पुनरुत्थान होकर स्वर्ग में गया, अभी वो आत्मा में है, फिर अभी वो वापस आएगा तो नया शरीर लेकर आएगा। क्या ऐसा होने वाला है क्या? ക്രിസ്തുവിലാണ് ആത്മാവിന്റെ പൂർണ്ണതയുള്ളത്. तो मसीह में है परमेश्वरत्व का, ईश्वरत्व का, आत्मिक बातें संपूर्णता में देहधारी होकर आया। എല്ലാം ബോഡിലി കാണത്തക്കവണ്ണം അത് ദൃശ്യമായിരിക്കുന്നത് യേശു ക്രിസ്തു എന്ന അവന്റെ മനുഷ്യത്വത്തിലാണ്. आमीन। परमेश्वरत्व का सब कुछ बातें, सब बातें मनुष्य रूप हुआ, देहधारी हुआ यीशु मसीह में। അപ്പൊ നമ്മള് ഫിലിപ്പിയ ലേഖനം അതിന്റെ 3-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ, फिलिपियों का पुस्तक 3 का 20 जब हम पढ़ते हैं, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, हमारा जो नागरिकता जो है वो स्वर्ग का है, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും. और एक उद्धारकर्ता प्रभु यीशु मसीह के वहां से वो आने की बाट हम जो रहे हैं। നമ്മുടെ ശരീരത്തിന്റെ രക്ഷയാണ്. കാരണം നമ്മുടെ ശരീരം യേശുവിന്റെ ശരീരം പോലെ ആയിത്തീരുന്ന അവസ്ഥയെ കുറിച്ചാണ്. तो एक उद्धारकर्ता यीशु मसीह आएगा करके बोलते समय में ये किसको उद्धार देने आ रहा है? सभी विश्वासियों का शरीर को उद्धार करने, सभी लोगों का शरीर को रूपांतर करने के लिए आ रहा है। मतलब हम सबका शरीर यीशु मसीह के समान शरीर हो जाएगा करके उसके बारे में कह रहा है।
അതിന്റെ 21-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ और फिर 21 में हम पढ़ते हैं, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് തന്റെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപരായി ആ രൂപാന്തരപ്പെടുത്തി. അതായത് നമ്മുടെ ശരീരം താഴ്ചയുള്ളത്. അതിനാണ് ആദ്യം നമ്മുടെ ശരീരം ജഡപ്രകാരമായിരുന്നു. ഇനി അത് ആത്മപ്രകാരം സ്വർഗീയമായ സെലസ്റ്റൽ ബോഡി ആയിട്ട് കർത്താവ് വരുമ്പോൾ നമ്മുടെ ശരീരം രൂപാന്തരപ്പെടും. तो वो पहला यीशु मसीह जब आएगा, जिनके पास एक ऐसा शक्ति है जो सब वस्तुओं को अपने वश में कर सकता है, वो क्या करेगा? सबसे पहले हमारे दीनहीन देह को का रूप बदल कर, तो मतलब वो दीनहीन देह कौन सा है? पहला हम लोग जो आदम के द्वारा हम लोग जो मिट्टी से हम लोग आकर जो शारीरिक स्वभाव का जो शरीर है, स्वाभाविक शरीर है, उसको प्रभु बदल कर अपना महिमा का देह में प्रभु करके बदल देगा. അപ്പൊ ഇപ്പൊ നമുക്ക് ആദാമിന്റെ ശരീരമാണുള്ളത്. अभी हमारे पास आदम का देह शरीर है. നമ്മുടെ ദേഹി, നമ്മുടെ പ്രാണൻ യേശുവിന്റെ സ്വഭാവം പോലെ ഓരോ ദിവസവും പുതുക്കി രൂപാന്തരപ്പെട്ട് പാപമോ അകൃത്യമോ വന്നാൽ ഏറ്റു പറഞ്ഞ് നമ്മൾ ധരിപ്പ് പ്രാപിച്ച് ഓരോ ദിവസവും പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ ദിവസവും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. जिसकी वजह से अभी हम लोग आदम का शरीर में जीते समय में हमारा आत्मा का उद्धार हो गया है, विश्वासी बन चुके हैं. इसलिए प्रतिदिन प्रभु का आगमन तक हमारा प्राण का उद्धार के लिए, यानी कि मसीह के प्राण के रूप में हम लोग अनुरूप होते हुए एक पवित्र जीवन, निष्कलंक जीवन, हमारे जीवन में कुछ भी पाप प्रकट हो तो तुरंत मन फिरकर पश्चाताप करके समर्पण कर यीशु मसीह ने जो हमें पवित्र जीवन देने के लिए जो हमें बताया है, उसके आधार पर हम लोग अपना प्राण का उद्धार करते करते. അപ്പൊ ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ അവന് ശരീരം ആദാമ്യമായിരുന്നില്ല, അത് സ്വർഗീയമായിരുന്നു, അതിൽ പാപമുണ്ടായിരുന്നില്ല. ആയതുകൊണ്ട് നമ്മളെപ്പോലുള്ള ടെംപ്ടേഷനോ നമ്മളെപ്പോലുള്ള പരീക്ഷയോ ഒന്നും ഉണ്ടായില്ല. എന്നാൽ കഷ്ടപ്പാടിനോടുള്ള ബന്ധത്തിൽ പല പരീക്ഷയും കർത്താവ് സഹിച്ചു. ലോകത്തിന്റെ കാര്യങ്ങളൊക്കെയും കർത്താവിന്റെ ഉള്ളിലേക്ക് വരാൻ സാത്താൻ പരിശ്രമിച്ചു. പക്ഷെ നമ്മളെ പോലെ പരീക്ഷിക്കപ്പെട്ടില്ല. इस रीति से हम लोग को इस रीति से पवित्र जीवन जी रहे प्रभु का आगमन तक. परंतु यीशु मसीह का जीवन वैसा नहीं है. यीशु मसीह आदम का शरीर लेकर नहीं आया, वो स्वर्गीय शरीर लेकर, जन्म से ही वो स्वर्गीय शरीर लेकर आया है. उसको हमारे समान जो पाप के वजह से जो हमारे ऊपर आने वाला कठिनता और क्लेश है और परीक्षाएं है, वैसा यीशु को नहीं आया, बल्कि परमेश्वर का महिमा के लिए उसको कष्ट और क्लेश सहना पड़ा, वो अलग बात है. परंतु वो हमारे समान नहीं है. हम जो इस दुनिया में जीते समय में पाप जो हमारे अंदर प्रकट होकर कष्ट लाता है, वैसा कुछ भी यीशु मसीह में नहीं था, क्योंकि उसके देह में पाप नहीं. നമ്മുടെ ശരീരത്തെ നമ്മൾ പുനരുദ്ധാനം പ്രാപിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ വ്യത്യസ്തത നമുക്ക് 1 കൊരിന്ത്യർ 15 അധ്യായത്തിൽ വായിക്കുമ്പോൾ, पहला कोरिन्थी 15 अध्याय में वहां पर जब रूपांतर हो जाएंगे तब हमारा शरीर बदल जाएगा करके हम पढ़ते हैं. അവിടെ നമ്മൾ അതിന്റെ 15-ന്റെ 42-ാം വാക്യം 42 में हम पढ़ते हैं, നമ്മളുടെ ശരീരം നമ്മൾ മരിക്കുമ്പോൾ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു. तो हमारा शरीर हमारा देह जब वो बोया जाएगा, वो नाशवान दशा में बोया जाता है. എന്നാൽ യേശു കർത്താവിന്റെ ശരീരം ദ്രവത്വം കണ്ടില്ല, അല്ലെങ്കിൽ ദ്രവത്വത്തിൽ വിതച്ചതല്ല. മരിക്കുന്നതിന് മുമ്പ് തന്നെ അവന്റെ ശരീരത്തിൽ ദ്രവത്വം വന്നില്ല. നമ്മള് അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാം. परंतु यीशु मसीह का देह के विषय में पढ़ते समय में, जब यीशु को मरने के बाद यीशु मसीह का देह कभी सड़ाहट हुआ नहीं, उनका कभी भ्रष्ट नहीं हुआ, क्योंकि उनका स्वर्गीय शरीर है. इसके लिए उनका शरीर में कभी मरने के बाद भी सड़ाहट हुआ नहीं, ना ही उसका सड़ाहट को देखा. प्रेरितों का कार्य 13 अध्याय में हम पढ़ते हैं. നമ്മള് അവിടെ ദൈവത്തിന്റെ ദാസൻ അവിടെ നമ്മൾ വായിക്കുന്നു. അതിന്റെ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 13 अध्याय അതിന്റെ 34 മുതലുള്ള വാക്യങ്ങൾ, അതിന്റെ 33 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 33 से जब हम पढ़ते हैं, നീ എന്റെ പുത്രനെ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് 2-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഇനി ദ്രവത്വത്തിലേക്ക് തിരിയാതെ വണ്ണം അവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിനെ കുറിച്ച് അവൻ ദാവീദിന്റെ സ്ഥിരതയുള്ള വിശുദ്ധ കൃപകളെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അടുത്ത വാക്യം കൂടെ. മറ്റൊരു സങ്കീർത്തനത്തിലും നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ നീ വിട്ടുകൊടുക്കുകയില്ല എന്ന് പറഞ്ഞു. 36 കൂടെ. ദാവീദ് തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്കും ശുശ്രൂഷ ശേഷം നിദ്ര പ്രാപിച്ച് തന്റെ പിതാക്കന്മാരോട് ചേർന്ന് ദ്രവത്വം കണ്ടു. ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ ദ്രവത്വം കണ്ടില്ല. യേശു നമ്മൾ വായിച്ചത് 1 കൊരിന്ത്യർ 15 അധ്യായത്തിൽ
നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ശരീരം ദ്രവത്വത്തിലേക്ക് വിതയ്ക്കപ്പെടുന്നു. എന്നാൽ യേശുവിന്റെ ശരീരം ദ്രവത്വം കാണാതെ ഉയർത്ത ഏക വ്യക്തിയാണ്, അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം. ഒരു പ്രയോജനമില്ല എന്ന് പറയുന്നവരെ എത്രയോ ഭോഷത്വമാണ്, എത്രയോ ദുരുപദേശമാണ്. യേശുവിന്റെ ശരീരം കൊണ്ടാണ് നമ്മൾ ഈ നന്മയെല്ലാം അനുഭവിച്ചിരിക്കുന്നത്. तो इसलिए प्रेरितों का कार्य 13 का 35 पढ़ते समय में वहां पर हम देखते हैं कि एक भविष्यवाणी लिखा है, जो भजन में हम पढ़ते हैं कि तू अपना पवित्र जन को सड़ने ना देगा। ये आने वाला मसीहा के बारे में था, जो कभी सड़ाहट ना देख पाएगा करके उसके अवस्थे में भविष्यवाणी दिया था, जो यीशु मसीह का है। और 37 में हम पढ़ते समय में वहां पर भी हम देखते हैं कि परमेश्वर ने परंतु जिसको परमेश्वर ने जिलाया वो सड़ने ना पाएगा। तो वो यीशु मसीह के बारे में था, जिसको मृतकों में से जिलाया, वो कभी सडन नहीं हुआ। परंतु हमारा विषय कैसा था, अभी हमने पहला कुरिन्दी में हमने पढ़ा 15 में 42 में कि जो हमारा जो शरीर है वो जब बोया जाता है नाशवान दशा में, मतलब हमारा शरीर क्योंकि आदम से होने की वजह से वो सड़ने वाला शरीर है, नाश होने वाला शरीर है। सड़नहार को हम लोग देखेंगे, परंतु यीशु का शरीर ऐसा नहीं था। അപ്പം കർത്താവായ യേശുവിന്റെ അവൻ ആ ശരീരം മുഖാന്തരമാണ്, അല്ലെങ്കിൽ നമ്മളെ പിതാവിനോട് നിരപ്പിച്ചു. ശരീരം, അവന്റെ ശരീരത്തിൽ നമ്മളെ അവൻ പിതാവിനോട് നിരപ്പിച്ചു. ആ പ്രയോജനം ഒന്നും കൊള്ളത്തില്ലെങ്കിൽ അവിടെ നമ്മൾ കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം കൂടെ वाइക്കാം. तो इसके लिए हमारे यीशु मसीह का जो देह जो है सबसे बहुत ही मूल्यवान है, हमारे लिए सबसे ज्यादा फायदा हुआ है। वो उसका शरीर कुछ फायदा नहीं है करके, जैसा हम लोग यूहन्ना से 6 का 63 में पढ़ते समय में, वो एक बहुत बड़ा धोखा वाला विषय है अगर कोई व्यक्ति बोले, क्योंकि सबसे ज्यादा फायदा विश्वासियों को यीशु का देह के वजह से हुआ है, और उसी की देह के द्वारा है हमें मेल किया करके हम लोग कोलोस्यों के पुस्तक में हम पढ़ते हैं। നമ്മൾ കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 21-ഉം 22-ും വാക്യങ്ങൾ വായിക്കുമ്പോൾ, कोलोस्यों का पुस्तक 1 का 21-22 में पढ़ते समय में, മുമ്പേ ദുഷ്പ്രവർത്തികളാൻ മനസ്സുകൊണ്ടാകുന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധന്മാരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിനെ അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്നെ മരണത്താൽ നിരപ്പിച്ചു. അവന്റെ ശരീരത്താലാണ് നമ്മളെ പിതാവിനോട് നിരപ്പിച്ചത്. और उसके हम देखते हैं कि उसके सम्मुख हमें पवित्र और निष्कलंक करके निर्दोष बनाकर हमें उपयोग करके रखा है। वो किसके द्वारा है? वो उसके शरीर के विषय की वजह से, शरीर में करके कार्य की वजह से है। ये सब हमको लाभदायक हुआ है। അപ്പൊ ശരീരം പ്രയോജനമില്ലെങ്കിൽ രക്തവും പ്രയോജനമില്ല. കാരണം ശരീരവും രക്തവും, ശരീരത്തിലാണല്ലോ രക്തം ഉള്ളത്. तो प्रभु ने अपने शारीरिक देह के द्वारा हमें इतना सब लाभदायक किया करके, जब वचन में पढ़ते समय में यदि कोई कहता है कि उसका शरीर लाभदायक नहीं है, बोला तो शरीर लाभदायक नहीं तो लहू भी लाभदायक नहीं हो गया, क्योंकि लहू के द्वारा ही तो हमें मेल किया है ना, मेल मिलाप किया है ना। എന്നാൽ ഇത് വിശ്വസിക്കാത്ത പലരും ഉണ്ട് എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ നമുക്കിത് വിശ്വസിപ്പാൻ കർത്താവ് കൃപ തന്നു. तो जैसा उसके फिर अगले वाक्य में यूहन्ना 6 का 64 में कहता है, परंतु तुम में से बहुत लोग हैं जो ये बात विश्वास नहीं करते करके। जब ये वाक्य बोलते समय में प्रियो, हम लोग उस ग्रुप के दल के लोग नहीं है, क्योंकि प्रभु ने हमको अनुग्रह दिया। प्रभु ने अपने देह के विषय में जो जो बातें था, हमें ये बात को समझने के लिए प्रभु अनुग्रह दिया है। ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. इस विषय में हम लोग प्रार्थना करेंगे। प्रभु सबको പ്രാർത്ഥിച്ചിട്ട് നമുക്ക് सहायता അടുത്ത किया, उसके लिए വിഷയം धन्यवाद।